ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ധനുഷ്കോടിയിലാണുള്ളത്. എനിക്ക് ശരിക്കും ഭയങ്കര സങ്കടമാണ്. കാരണം ഞാൻ കുറേ വീഡിയോ ഞാൻ വ്ളോഗെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ധനുഷ്കോടിന്ന് അതിന്റെ എൻഡിന്ന് ഞാനിങ്ങനെ പോന്നു. ഇപ്പൊ ഈ ലൈറ്റ് ഹൗസിന്റെ ഒക്കെ ആ ഒരു സൈഡിലാണ് ഞാൻ ഉള്ളത്. ഉണ്ടോ ലൈറ്റ് ഹൗസ് ഉണ്ടോ? ഞാൻ എന്തോ ചെയ്തേ, ഞാൻ ഐ മീൻ കടൽ തിര ഇങ്ങനെ എറിച്ച് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് അത് വീഡിയോ എടുക്കാൻ വേണ്ടി പോയപ്പോ വെള്ളമായി ക്യാമറയിൽ. അപ്പൊ ഞാൻ ഇങ്ങനെ തൂത്ത് എന്തൊക്കെയോ മീൻസ് പ്രസ്സായി. ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്ത എല്ലാ സാധനങ്ങളും ഡിലീറ്റ് ആയി പോയി. എനിക്ക് ശരിക്കും സങ്കടം വന്നു. കാരണം ഞാൻ ഇന്നലെ മധുരയില് പോയിട്ട് അത് കംപ്ലീറ്റ് കവർ ചെയ്ത് അങ്ങനെ വന്ന് ഞാൻ ധനുഷ്കോടിയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഒരു വ്ളോഗ് ആക്കാം എന്നാണ് വിചാരിച്ചത്. ബട്ട് സ്റ്റിൽ എല്ലാം ഡിലീറ്റ് ആയി പോയി ഗൈസ്, എല്ലാം ഡിലീറ്റ് ആയി പോയി. ഒന്നുമില്ല, ഒരു ഫോട്ടോ പോലും ഇല്ല. ഇന്നത്തെ കംപ്ലീറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതെങ്ങനെ അത്ര കൃത്യമായിട്ട് ഡിലീറ്റ് ചെയ്തെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്ക് ശരിക്കും നല്ല സങ്കടമുണ്ട്. ഇവിടെ ഇവിടെ കണ്ടോ, ഇങ്ങനെ 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 കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. ഇതാണ് ധനുഷ്കോടിയിലെ ലൈറ്റ് ഹൗസ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. കണ്ടിട്ട് ലൈറ്റ് ഹൗസ് പോലെ ഉണ്ട്, അറിയില്ല കേട്ടോ, നമ്മൾ രാത്രിയല്ലല്ലോ വന്നേക്കുന്നത്. പിന്നെ ഇവിടെ വീടുകൾ കണ്ടോ, ഫുള്ള് വന്നിട്ട് ഇങ്ങനെ ഓലപ്പരകൾ പോലെയാണ്. ഇവിടെ എന്തോ ഒരു അമ്പലത്തിന്റെ ഒരു സെറ്റപ്പാന്ന് തോന്നുന്നു. ചെറിയ ചെറിയ ഇതാണല്ലോ ഇത്. ഫുള്ള് കണ്ടോ ഇവിടെ. എനിക്ക് ശരിക്കും ഒരു അത്ഭുതമായിട്ട് തോന്നിയത് ഈ ഓലപ്പരേന്റെ മുകളില് നമ്മുടെ സോളാർ വെച്ചിട്ടുണ്ട്. സോളാറിന്റെ മറ്റേ മുകളിലത്തെ അതിന്റെ പേര് എനിക്ക് പാനലോ അങ്ങനെ എന്തോ അല്ലേ, സോളാർ എനിക്കറിയില്ല. എനിവേ ആ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കുഞ്ഞു ഓലപ്പരകളാണ് എല്ലായിടത്തും, കുഞ്ഞു കുഞ്ഞു ഓലപ്പരകളാ. കണ്ടോ, ഈ ഒരു ഏരിയ പോലെ ഫുള്ള് ഓലപ്പരകള്. ചിലയിടത്ത് ഇങ്ങനെ വല ഇങ്ങനെ അവര് എനിക്ക് തോന്നുന്നു മീൻ പിടിക്കാൻ പോകുന്ന ആളുകളായിരിക്കുമല്ലോ, അവരുടെ വല ഇങ്ങനെ ശരി കെട്ടൊക്കെ നൂർത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഫുള്ള് നല്ല രസമുണ്ടോ. എനിക്ക് ഏരിയ ഒക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഭയങ്കര കഷ്ടമായിട്ട് തോന്നി. കാരണം ഇവര് ഈ ഒൽപ്പരിക്കകത്ത് ഭയങ്കര കഷ്ടമായിരിക്കില്ലേ. ഭയങ്കര വെയിലാണ്. ഇവിടെ മരങ്ങളൊക്കെ വളരെ കുറവാണ്. രണ്ട് തെങ്ങൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്നേ ഉള്ളൂ. ശരിക്കും എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നെ രസമാണ് കേട്ടോ. നമുക്കിവിടെ വൺസ് ഒരു തവണയൊക്കെ വന്ന് വിസിറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്കിത് ഭയങ്കര അടിപൊളി സ്ഥലമായിട്ട് തോന്നും. പക്ഷെ അങ്ങനൊന്നും അല്ല കേട്ടോ. ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഒന്നാമത്തെ ഈ ചൂട്, പിന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ജീവിക്കുക. എനിക്കറിയില്ല ഇതെന്താ ഇവരിങ്ങനെ കഷ്ടം. എനിക്ക് എന്തൊരു ബുദ്ധിമുട്ടായി. എന്തായാലും ഇതിന്റെ ഈ റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ചെറിയ ചെറിയ എന്താണ് ഇതിന്റെ വരുന്ന കക്കയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചില സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇവിടെ. നമ്മൾ ആ എൻഡിൽ നിന്ന് കുറെ ഇനി മുന്നോട്ട് പോകുന്ന കഴിയുമ്പോഴാണ്, നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിലാണ് ഈ ഒരു ഏരിയ ഉള്ളത്. ഇതിന്റെ ഈ ഒരു സൈഡില് ഒരു ചേച്ചി വന്നിട്ട് എന്തോ ഒരു ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഫ്രിഡ്ജാണോ അത്? ഓക്കെ. ആ ഒരു അക്ക വന്നിട്ട് നമുക്ക് നാരങ്ങ വെള്ളം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. നാരങ്ങ വെള്ളം അക്ക ഇത് എവ്വളോ തണ്ണിമത്തങ്ങയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം തണ്ണിമത്തങ്ങ. ഇതിന് 20 രൂപയാണ്. എല്ലാം 20 രൂപ, എല്ലാം 20 രൂപയ്ക്കാണ് കേട്ടോ ഈ അക്ക ഇവിടെ കൊടുക്കുന്നത്. ഇതാണ് ഈ അക്ക. നമുക്കിപ്പോ എന്താ വാങ്ങിക്കുന്നത്? ലെമൺ ജ്യൂസ്. ആ സോഡ പോട്ടിട്ടുണ്ടെങ്കിൽ 40 രൂപ. സോഡ ഇല്ലാണ്ടുള്ള ലെമൺ ജ്യൂസിന് 20 രൂപ, 30 രൂപ അല്ലെ? 30 രൂപയാണ് കേട്ടോ. ഈ ഒക്കെയാണ് ഇത് ഉണ്ടാക്കുന്നത്. നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാച്ചേ. സോഡ ആണെങ്കിൽ 40 രൂപ. സോഡ നാരങ്ങ വെള്ളം കുടിക്കാം. അപ്പൊ ഞങ്ങൾ 2 സോഡ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് നിങ്ങളെ കാണാം. തണ്ണിമത്തങ്ങയും കൂടെ വാങ്ങിക്കാൻ എനിക്ക് പ്ലാൻ ഉണ്ട്. തണ്ണിമത്തങ്ങ ഉണ്ട്, വാങ്ങിക്കണ്ടോ? ഇങ്ങനത്തെ ഐറ്റംസ് ആണ് ഇവിടെ ഫുള്ള്. ഹെയർ ബാൻഡ് പോലത്തെ ഇത് ഗോലിയാ. ഇതുകൊണ്ട് തന്നെ ബെനിഫിറ്റ് അയ്യോ എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഇത് പറയുന്നത്. പിന്നെ ശിവലിംഗം ഉണ്ട്, സ്ഫടികം. ഓഹോ, ഇതുപോലത്തെ മുത്തിനെയാണ് ഇവര് സ്ഫടികം എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലേ. ചോവിയാ ഇതിന്റെ പേരാ? ചോവി. ഓക്കെ, ഇതിന്റെ പേര് ചോവി എന്നാണ്. ഇത് ചോവി. ഇത് ഓ, ഇത് വന്ന് ചിപ്പി. ഇത് ചിപ്പി. ഇത് നാച്ചുറൽ കല്ല്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതിന് എത്ര? 50.
ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബട്ട് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു. എടാ ഇത് ഞാൻ വാങ്ങിക്കാം. വെച്ചോ, ഞാൻ ലാസ്റ്റിൽ പേ ചെയ്യാവേ. ഇത് വന്നിട്ട് ഹെയർ ബാൻഡ് ആണല്ലേ? ഇത് ഇങ്ങനെ ഹെയർ ബാൻഡ് സ്റ്റിക്ക് പോലത്തെ. ഓക്കെ, ഇതോ? ഇതിന്റെ പേരെന്താ? ഇത് ചോവിയാ? ഓ, ബഡാ സൈസ് ചോവി. ഓക്കെ, ഇത് ഇത് കബഡിയിലെ അതെന്താ ആ സാധനമാണ് കേട്ടോ. ഇത് കബഡി നടത്തുന്ന ആ സാധനമാണ് ഇത്. ഇതെന്താ? ഇതും അത് തന്നെയാണ്, പക്ഷെ ഇതാണ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കബഡി നടത്തുന്ന സാധനം. ഇത് കുറച്ച് മാലകള്, ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഓക്കെ, ഞാൻ അതായത് ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ചുമ്മാ എനിക്ക് തോന്നുന്നു നമ്മൾ ഇടത്തില്ലേ, അങ്ങനത്തെ കുറെ നീളമുള്ള ഐറ്റംസ് ആണ്. ഇതുമൊക്കെ അങ്ങനത്തെ തന്നെ സാധനങ്ങളാണ്. കുറേ മിറേഴ്സ് ഉണ്ട് കേട്ടോ, പക്ഷെ മിറർ ഒന്നും എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് താല്പര്യമില്ല. ഇതൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. ഇത് പെൻ സ്റ്റാൻഡ് ആണ്. ഓക്കെ, പെൻ സ്റ്റാൻഡ് ആണ് കേട്ടോ. ഇത് ഫുൾ പെൻ സ്റ്റാൻഡുകളാണ്. ഇതൊക്കെ ട്രീ ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇവിടെ. ഫുള്ള് ശംഖിന്റെ ഓരോ ഐറ്റംസ് ഒക്കെയാണ്. ശിവൻ, ആദിയോഗി ശിവൻ ഉണ്ട് കേട്ടോ അവിടെ ഫുള്ള്. ബുദ്ധർ. ഓക്കെ, ബുദ്ധർ ഉണ്ട്, ആമയുണ്ട്, രുദ്രാക്ഷം ഉണ്ട്, കറുത്ത രുദ്രാക്ഷം. ഓക്കെ, ചുവന്നതും ഉണ്ട് കേട്ടോ. ഗണപതി. എടാ ഇത് ചെയ്തേക്കുന്നതാണോ? നവധാന്യം വെച്ച് ചെയ്തിരിക്കുന്ന. ഓക്കെ, നവധാന്യം വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഗണപതിയാണ് കേട്ടോ ഇത്. നവധാന്യം എന്ന് വെച്ചാൽ നെല്ല്, ചെറുപയറ്, ചിന്നപ്പയറ്. ഇത് ഒട്ടുന്നൊക്കെ ഉണ്ട്. അണൈത്തൂള വ്യവസായം. ഇവനെന്തൊക്കെയോ പറയണ്ട, എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല. ഈ മാലകളൊക്കെ അടിപൊളിയാണ്. ശങ്കൽ കട്ടിയാ? ഇതെല്ലാം നിങ്ങൾ ഇവിടെ ചെയ്യുന്നതാണോ? മൂർത്തിയാ? ഇതിന്റെ സ്റ്റോൺ, ഐ മീൻ ഇതിന്റെ പേരെന്താ? മൂർത്തി. ഓ, ഈ മുത്തിന്റെ പേരാണ് മൂർത്തി. കാണിച്ച് ഉണ്ടോ? ഇതിന്റെ പേര് മൂർത്തി എന്നാണെന്ന്. എനിക്കറിയാൻ പാടില്ല കേട്ടോ. പക്ഷെ ഈ മാല കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഇല്ലടാ. അതെ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിനെത്രയാടാ? ഇത് ബ്രേസ്ലെറ്റ്. ഇതും സെയിം തന്നെയാണ്. എന്താ പറഞ്ഞ? മൂർത്തിയോ? ഇതെങ്ങനെ ഉണ്ടാക്കും? ഇപ്പൊ എങ്ങനെ കിട്ടും? ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയില്. നിങ്ങൾ ഈ സാധനം കണ്ടിട്ടുണ്ടാവില്ലേ? ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് അതിനകത്ത് നിന്ന് ഇങ്ങനെ എടുക്കണേ. അപ്പൊ ഇതിന്റെ ബാലൻസ് ആയ മീറ്റ് എന്ത് ചെയ്യും? இதுக்குள்ளே ஒரு மீட் இருக்கு இல்லையா? அந்த மீட் നിങ്ങൾ എന്നെ കഴിക്കുവോ? കഴിക്കും. ഇതിനുള്ളിലുള്ള മീറ്റ് ഇവര് കഴിക്കും. നമ്മൾ ഈ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? പറയൂ, പറഞ്ഞോ. കുറച്ച് ഷൈ ആയി പോയി. എന്തായാലും സംഭവം മനസ്സിലായി. ഈ മാല എനിക്ക് ഇഷ്ടപ്പെട്ടു. കല്ലുമാലയാ ഇത്? മുത്തും നിങ്ങള് സെയിം ആണ്? ഇത് ഈ കടലില് കിട്ടുവോ ഈ സാധനം? ഈ കടലിൽ ഉണ്ടാവോ ഈ സാധനം? ഇല്ല, ഇത് ഈ കടലിലുണ്ടോ? നിങ്ങൾ പോയിട്ട് എടുക്കോ അപ്പോ? ആണോ? ഈ അണ്ണ, ഈ പെരിയ ആളും എടുക്കുന്നു. ഈ അണ്ണ എടുക്കൂട്ടോ അങ്ങനത്തെ സാധനങ്ങൾ. പക്ഷെ എനിക്ക് അങ്കിളാണോ നിന്റെ? ഇവന്റെ അങ്കിളാണിത്. ഓക്കെ, എടാ ഞാൻ പറയട്ടെ, ഞാനിത് യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഷോർട്സ് ഇങ്ങനെ എടുക്കുന്നതായിട്ട്. എനിക്ക് ഭയങ്കര, ഞാൻ എപ്പോഴും കാണാം ഇങ്ങനത്തെ വീഡിയോസ് ഇങ്ങനെ എടുക്കുന്നത്. ഇതിനകത്ത് പല കളറില്ലേ? ഇപ്പൊ വൈറ്റ് മാത്രമല്ലല്ലോ. വൈറ്റ്, ഈ ഒരു കളർ അല്ലാണ്ട് തന്നെ വേറെ പല കളർ ഉണ്ടാവില്ലേ? ഒരു ഗോൾഡൻ ഉണ്ടാവും. ഇതുകൊണ്ട് ഗുണം എന്താ ഇതിന്? ഓക്കെ, കുബേർ കുഞ്ചി ഉണ്ട് കേട്ടോ അവിടെ. എന്തായാലും എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ടായിരുന്നല്ലോ. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നാച്ചുറൽ കല്ല് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെനിക്ക് വേണ്ട. ശംഖൊക്കെ എനിക്ക് അത്ര താല്പര്യമില്ല. ഈ സാധനത്തിന്റെ പേരുണ്ടല്ലോ. ഇതെന്റെ തരുന്ന എന്റെ പേരെന്താ? ഇത് പേര് മാമനെ അറിയത്തുള്ളൂ കേട്ടോ. ഇത് പൂജാമുറിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഐശ്വര്യം ഉണ്ടാവുന്നു വീട്ടില്. ചേട്ടായി ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വെക്കേ, വീട്ടിലങ്ങ് ഐശ്വര്യം വരട്ടെ. ഇതിന്റെ പേരെന്നായിരുന്ന? സാലിഗ്രാം കല്ല്. അങ്ങനെയാണ് കേട്ടോ അതിന്റെ പേര്. ഇതൊക്കെ അങ്ങനത്തെ തന്നെയാണോ? ഏതാണ്ടൊരു പടിയുള്ള കല്ലാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ.
AATHY. ഉളുങ്ക എഴുതുമോ? AATHY. ഇത് അണ്ടർസ്കോർ MAALU. ഓക്കെ, നീ എന്നെ ഫോളോ ചെയ്തേക്കും. ഞാൻ അവന് ഇൻസ്റ്റാഗ്രാം ID കൊടുത്താണ്. ഇത് കണ്ടോ, ഇത് എനിക്ക് തോന്നുന്നു കുങ്കുമപ്പെട്ടി. ഇത് കുങ്കുമപ്പെട്ടി തന്നെ. കുങ്കുമ ചെപ്പിന്ന് ഇവൻ പറയുന്നത്. പക്ഷെ നമ്മള് കുങ്കുമപ്പെട്ടി എന്ന് പറയുന്നത്. എങ്ങനെ തുറക്കണേന്ന്. ആകെ ഇത് ഇല്ല പോകുന്ന സ്ഥലമുള്ളൂ കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതിന്റെ ഒരു വലിപ്പം കണ്ടപ്പോ ഭയങ്കര വലുതായിരിക്കുന്നു. പക്ഷെ എന്നാലും ഇവരുടെ ഒരു കലാബോധം നമ്മൾ സമ്മതിക്കണം. ഇത് കണ്ടോ, മറ്റേ ശുക്രാമ്പരകൃഷ്ണൻ. എനിക്കത് പക്ഷെ ഇതിന് അത്ര ഒരു സുഖം ഇല്ലല്ലോ. ഞാൻ ഈ സാധനം വാങ്ങിച്ചാനാണ് ബാലൻസ്. ഈ സാധനം ഞാൻ വാങ്ങിച്ചു കേട്ടോ. ഞാൻ വേറെന്തോ ഒരു സാധനം നീ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ മുന്നേ പറഞ്ഞില്ലേ ഇവർക്ക് ഫുൾ ഓലപ്പരയാണ്, ഇവര് കഷ്ടം എന്നൊക്കെ. പക്ഷെ ഞാൻ പറയട്ടെ, ഇവിടെ 1660 ആ ഒരു ടൈമൊക്കെ തൊട്ട് തന്നെ ഇവർക്ക് ഇങ്ങനെ ഇവിടെ താമസവും കാര്യങ്ങളും ഉണ്ട്. ഇവരിങ്ങനെ തന്നെ വീട് വെച്ചിട്ട് ഇവിടെ താമസിക്കാറുള്ളൂ. ഇവർക്ക് ഇവിടെ ഇങ്ങനെ ഈ ഓല വീടുകൾ വെക്കാൻ മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. മറ്റേ നോർമൽ നമ്മൾ വെക്കണ കൂട്ട് വീടുകൾ വെക്കാൻ ഇവർക്ക് ഇവിടെ പെർമിഷൻ ഇല്ല. പിന്നെ തന്നെയല്ല, ഇവർ പറയുന്നത് ഇങ്ങനത്തെ നോർമൽ ബ്രിക്സിലൊക്കെ കെട്ടിയ അങ്ങനത്തെ വീടുകളാണെന്നുണ്ടെങ്കിൽ ഇത് വേഗം പൊളിഞ്ഞു പോകും ഈ കാറ്റടിക്കുമ്പോൾ. ഇങ്ങനത്തെ ഈ ഓലപ്പരകള് ഒരു കുഴപ്പമില്ലാണ്ട് ഇവിടെ നിൽക്കുന്നത് ശരിയാണ് കേട്ടോ, ഒരു കുഴപ്പമില്ല. അതെനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതിയായിട്ടാണ് തോന്നിയത് കേട്ടോ. ഞാനിപ്പോ ഇവന്റെ അടുത്ത് സംസാരിച്ചപ്പോ ഈ കൊച്ചു എന്റെ അടുത്ത് പറഞ്ഞതാണ്, ഗുണമുള്ള എന്തൊരു കല്ല് നിങ്ങൾ കണ്ടില്ലായിരുന്നു അവിടെ ഇരിക്കുന്നു. ഈ കല്ല് അവിടെ ഇതിനോട് ഇത് പേരെന്നാ? സാലഗ്രാം കല്ല്. ഇത് പൂജാമുറിയിൽ വെച്ചാൽ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുന്നു. എല്ലാരും ഓരോന്ന് വാങ്ങി വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് എനിക്ക് മെയിൻ ആയിട്ട്. മറ്റേ ഇത് കൂട്ടോ ശിവലിംഗം എന്താ നോക്കി, നന്ദി ശിവലിംഗം. അത് നല്ല രസം കാണാൻ. ഇത് വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. വേറെ നമ്മൾ അവിടെ കണ്ടില്ല. ബട്ട് ഇത് കൊള്ളാം. ഇത് കൊള്ളാം. ഇത് കൊള്ളാം. ഇതിങ്ങനെ കറക്കി എനിക്ക് മറ്റേ ഇത് കാണുമ്പോ എനിക്ക് പറഞ്ഞ നേപ്പാളിലൊക്കെ നമ്മുടെ ബുദ്ധ ക്ഷേത്രം 120 രൂപയാ. ഇത് ഫ്രണ്ട് ഡോറിന്റെ അടുത്ത് 60 രൂപയ്ക്ക് കൊടുക്കാൻ. ചേട്ടാ ഒരു ദുഷ്ടത തരാം. അവരത് കൈ വെച്ച് ഉണ്ടാക്കണതാണേ. നമ്മളിപ്പോ ഇച്ചിരി എടുക്കാൻ ചോദിക്കും. എപ്പോഴും വന്ന ആളുകൾ ചോദിച്ചാൽ നമ്മൾ കൊടുക്കുവോ ഏലക്ക? എന്തൊരു ഇത് കണ്ടോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതൊരു പ്രത്യേക പോലെ കണ്ടിട്ട്. അങ്ങനെ എല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് ഫുൾ ഇതൊക്കെ തന്നെ കേട്ടോ. എല്ലാം അങ്ങനെ തന്നെ അയ്യോ ദേ ചേട്ടായി അമ്മയും കൂടെ അടിയായി കേട്ടോ. അവിടെ പോയിരുന്ന് പിറക്കിയാ പോയി അവർക്ക് നമുക്ക് വില കുറച്ച് തരാനൊക്കെ. ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലോ. ഇതെനിക്കൊന്നും പക്ഷെ ഇത് നീല കളർ കൊള്ളത്തില്ല. ഇതാ ആ കളർ കൊള്ളാം, ആ കളർ കൊള്ളാം. പച്ചയും കൊള്ളത്തില്ല. ആ റോസ് കളർ ഭംഗിയുണ്ട്. ഇതുണ്ടോ അടിപൊളിയായിട്ട് ഇങ്ങനെ. ഇതും കൂടെ ரொம்ப நல்லா இருக்கு. പക്ഷെ ഇത് എവിടെ ഇടുന്നതാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അച്ഛ ശംഖുകൾ ഗവേഷണം നടത്തിക്കൊണ്ട് ശംഖുകളുണ്ട്. ശംഖുകൾ ഇങ്ങനെ നമ്മളെടുത്തിട്ട് ചെവിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തിരമാലയുടെ സൗണ്ട്. ഏതാ വേണ്ട, നീലമാണോ വെള്ളമാണോ? ആ ചുമലയാണ് എനിക്കിഷ്ടം. അല്ല, റോസ് എനിക്കിഷ്ടം. അപ്പുറത്തെ കടയില് അതൊരെണ്ണം മേടിച്ച് വേണമെങ്കിൽ വിളക്ക് വെക്കുന്നിടത്ത് വെക്കാറുണ്ട്. അതെ, വിശ്വസിക്കുന്നു. സാലഗ്രാമത്തിൽ വിശ്വസിക്കുന്ന ഒരാള്. ഞാൻ ഇവിടെ അവരെ പുച്ഛിച്ചിട്ട് വന്നു. ഇവിടെ സാലഗ്രാമം കൊണ്ട് വീട്ടിൽ വെക്കാം. സാലഗ്രാമം അപ്പൊ എന്തോ ഫേമസ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അറിയാതെ ഒരു കമന്റ് ചെയ്യൂ. എനിക്ക് ഈ ശംഖ് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കയ്യിൽ പിടിക്കണ ഒരു ഐറ്റം ആണെന്ന് തോന്നുന്നു. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ചെവിയിൽ ഇങ്ങനെ വെക്കുവാണെങ്കിൽ പോന്നൊരു ഊത്ത് കേൾക്കാം. ഇതല്ല കേട്ടോ കറക്റ്റ് ഉള്ള കവടി നിരത്തുന്ന ഐറ്റം. ഞാൻ വിചാരിച്ച ഇത് അത്ര ഒരു സോഫ്റ്റ്നെസ് അല്ല. ഇത് വേറെന്തോ ഒരു ഐറ്റം ആണ് കേട്ടോ. നമ്മൾ കളിക്കാനൊക്കെ
യൂസ് ചെയ്യുന്ന അങ്ങനത്തെ കല്ലുകൾ വരെ യൂസ് ചെയ്ത് ഇത് 12 എണ്ണ 20 രൂപയുള്ളൂ കേട്ടോ ഈ സാധനത്തിന്. അങ്ങനത്തെ വെറൈറ്റി കല്ലുകളാണ് ഈ കിടക്കുന്ന സാധനങ്ങളെല്ലാം. കല്ലല്ല, ശംഖുകൾ കേട്ടോ. ഞാൻ വന്ന് ഗോലി സോഡ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കഴിക്കാൻ വേണ്ടി പോണേ. ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാൻ ഇവിടെ തമിഴ്നാട്ടിൽ മധുരൈ വരുവാന്ന് പറഞ്ഞപ്പോ എനിക്ക് ഗോലി സോഡ കഴിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാൻ മറന്നുപോയി. പക്ഷെ ഇപ്പൊ ധനുഷ്കോടി വന്നപ്പോ ഞാൻ ഇങ്ങനെ ഇരിക്കണ കണ്ടു. അപ്പൊ ആളെനിക്ക് തണുത്ത ഗോലി സോഡ, ഇതാണ് കേട്ടോ ഗോലി സോഡ. ഇത് പല ഫ്ലേവറിൽ നമുക്ക് കിട്ടും. ഏത് ഫ്ലേവറാ അതൊക്കെ? எல்லாமே இருக்கு. அது அந்த ப்ளூ என்ன ஃப்ளேவர்? ബ്ലൂബെറി. ആ ബ്ലൂ കൂടെ ഇത് പൊട്ടിക്കുന്ന കിട്ടുന്നുണ്ട് ചേട്ടേ. ഇത് വെച്ചിട്ട് ഇങ്ങനെ എന്നാലും മതി, കുറച്ച് സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ അടിക്കണം. എനിക്ക് ടേസ്റ്റ് ഇഷ്ടല്ല. ഞാൻ പെട്ടു. അയ്യോ, ഇതിന്റെ ടേസ്റ്റ് എന്താണെന്നറിയോ? നമ്മള് വിശപ്പിന് കഴിക്കുന്ന ടോണിക് ഇല്ലേ? അല്ല, ചുമയുടെ ടോണിക് പോലെ. ഓ മൈ ഗോഡ്. ഓ എന്തായാലും തേഞ്ഞു. ഈ കുപ്പി റിട്ടേൺ വേണമാ? ഓ, കുപ്പിയും കൊടുക്കണം. അപ്പൊ ഞാനിത് മുഴുവൻ കുടിക്കണം. അയ്യോ, എനിക്ക് വയ്യ. ഞാൻ ആർക്കെങ്കിലും കൊടുക്കാം. ചേട്ടായി വിളിച്ച് കുടിച്ചേക്കുന്നു. ചേട്ടായി കുടിക്കണം, നമുക്ക് നോക്കാം ചേട്ടായിക്ക് ആ ടേസ്റ്റ് പറ്റുമോ എന്നുള്ളത്. എങ്ങനെയുണ്ട് ചേട്ടേ? കറക്റ്റ് ചുമക്കുള്ള മരുന്ന് ചേട്ടനൊക്കെ. എനിക്ക് വെട്ടത്ത് കാണണം ചേട്ടന്. എനിക്ക് ചുമക്കുള്ള മരുന്ന് കുടിക്കണം. ധനുഷ്കോടി വരെ വന്നിട്ട് ചുമക്കുള്ള മരുന്ന് കുടിക്കാണ് കേസ്. അയ്യോ, സെയിം ടേസ്റ്റ് ഇല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ശരിക്കും ചുമക്കുള്ള മരുന്നിന്റെ ടേസ്റ്റ് ആണ്. പിന്നെ നമ്മൾ വാങ്ങിച്ചു പോയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അതിന് ഏറ്റവും കോമഡി എന്ന് വെച്ചാൽ പൈസ വാങ്ങിക്കണം. ഇനി നമ്മൾ വണ്ടിയിൽ പോണം. അടിപൊളി സാധനം ഗോലി സോഡ. ഇങ്ങ കുടിച്ചിട്ട് പോകാം. സൂപ്പറാ. മുഴുവൻ തീർക്കല്ലേ, അമ്മ വരുമ്പോ കൊടുക്കാം. അങ്ങ് വാമേ, വേഗം വാ. അടിപൊളി സാധനം. പാവം, ഭയങ്കര സാധനമാണ്. അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനം കഴിക്കാൻ വേണ്ടി ഓടി വരികയാണ് എന്റെ അമ്മ. കുടിച്ചോ. ഇങ്ങോട്ട് നിന്നിട്ട് എനിക്ക് അതൊന്നും മൈൻഡ് ചെയ്യണ്ടത്. ഗോലി സോഡ എന്ന് പറഞ്ഞിട്ട് അടിപൊളി സാധന. ആ, അടിപൊളിയാ. കഴിച്ചു നോക്ക്. ഞങ്ങക്ക് കൃത്യമായിട്ടൊരു രുചി കിട്ടി. അമ്മയ്ക്ക് അത് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസ്ഥ. ആ ചിഗർത്തണ്ടയും വായി കോരി ഒഴിച്ചു. എങ്ങനെയുണ്ട് ടേസ്റ്റ്? ടേസ്റ്റ് നോക്കണേ മുമ്പ് ഇറങ്ങിപ്പോയി. എന്നാ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യ്. ടേസ്റ്റ് ചെയ്തിട്ട് പറയണം. മൊത്തം കുടിച്ചു. നാനമായില്ല, അമ്പഴങ്ങ. എന്ത് ടേസ്റ്റിന്? ഇഷ്ടപ്പെട്ടോ? ചുമയുടെ മരുന്നിന്റെ ചുമ. ആ കണ്ട, ഇത് ചുമമരുന്നാണ്. തണുപ്പുള്ള ചുമമരുന്ന്. പൈസ കൊടുത്തിട്ടില്ല. അതിന് അണ്ണന് പൈസ കൊടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നതായിരിക്കും. എത്ര എണ്ണ? 40 രൂപ കൊടുത്തോ അമ്മേ. ഗൂഗിൾ പേ എടുക്ക. ഗൂഗിൾ പേ ഇരുന്ന അച്ഛനെ വിളിച്ച് ഞാൻ പൈസ കൊടുത്തിട്ടേ. നെക്സ്റ്റ് ഗോലി സോഡ മാംഗോ ഫ്ലേവർ ആണ്. ഇതടിപൊളി കേട്ടോ. ഇത് പക്ക മറ്റേ നാരങ്ങ മിഠായി ഇല്ലേ? നാരങ്ങ മിഠായി, മാംഗോ മിഠായി. പണ്ട് ഞാൻ ഉദ്ദേശിച്ച അങ്ങനെയല്ല. പണ്ടൊരു മിഠായി ഉണ്ടായിരുന്നില്ലേ, അതിന്റെ എക്സാക്ട് ടേസ്റ്റ്. ഞാൻ ഇതൊന്ന് കുടിച്ചോട്ടെ. എനിക്കും വേണം. ഓക്കെ. മാങ്ങാ ജ്യൂസ് അല്ല, ഫ്രൂട്ടി അല്ല, മാങ്ങയുടെ ഒരു, ശരിക്കും പണ്ട് മാങ്ങയുടെ ഒരു മിഠായി ഉണ്ടായിരുന്നില്ലേ, ഒരു പച്ചയും ഓറഞ്ചും കളറില് പൊതിഞ്ഞിട്ട് ഒരു കവറില്. അതിന്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു ഞാൻ പറയുന്ന മിഠായി. എന്തായാലും അതിന്റെ ടേസ്റ്റ് ആണ്. ചേട്ടായിക്ക് മനസ്സിലായി ഞങ്ങൾ എന്തായാലും ഇപ്പൊ അങ്ങോട്ട് വരില്ല. അതുകൊണ്ട് ചേട്ടായി വണ്ടിയും കൊണ്ട് ഞങ്ങളുടെ അടുത്തോട്ട് വരാൻ തോന്നുന്നു. എന്തൊരു സ്നേഹം.
കാണുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നുമെങ്കിലും ഭയങ്കര കാറ്റ്. ആ കാറ്റിന്റെ കൂട്ടത്തിൽ മണൽ അടിച്ച് കയറിയിട്ട് കണ്ണിലും മൂക്കിലും ഒക്കെ പോയി ആകെ കുളമായ സീനാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് പാമ്പിൻ പാലത്ത് നിന്ന് താഴത്തോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. പാമ്പിൻ പാലത്തിൽ ഇങ്ങനെ ഫുള്ള് വണ്ടികൾ ഇങ്ങനെ സൈഡാക്കിയിട്ട് ഫുൾ സൈഡാക്കി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പുറത്തോട്ട് നോക്കി നിൽക്കുന്നുണ്ടാവും. ഭയങ്കര കാറ്റാണ്. നമ്മളൊന്ന് പയ്യെ കാല് പൊക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളും കൂടെ പറന്നു പോകുന്നു തോന്നുന്ന രീതിക്കുള്ള കാറ്റാണ് കേട്ടോ. താഴോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ്. ഫുൾ ഇങ്ങനെ ബോട്ടുകൾ ഇങ്ങനെ കിടക്കുന്ന കാണാം. നല്ല രീതിയിൽ സൂം ചെയ്ത് അങ്ങ് വരെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. പക്ഷെ ഞാൻ നോക്കിയത് ഈ പരുന്തുകൾ ഇങ്ങനെ പറക്കുന്നതാണ്. ഈ കടലുള്ള സ്ഥലങ്ങളിൽ പരുന്ത് കാണാം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. ഞാൻ ഈ പരുന്തിനെ എത്രത്തോളം സൂം ചെയ്തെടുക്കാം എന്നൊക്കെ നോക്കി ക്യാമറ ടെസ്റ്റ് ചെയ്യാണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല പച്ച കളർ വെള്ളമാണ് കേട്ടോ. അതൊരു രസമാണ്. കാണുമ്പോൾ ഒരു രസമായിട്ട് തോന്നി. താഴത്ത് ഇങ്ങനെ ഫുള്ള് താഴെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ കാറ്റൊരു രക്ഷയില്ല. ഭയങ്കര കാറ്റായിരുന്നു. ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം നടത്തില്ല. നമ്മളും കൂടെ പറന്നു പോകുന്ന കൂട്ട് കാറ്റായിരുന്നു കേട്ടോ. പക്ഷെ താഴത്തോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഞാൻ വേറെ കുറച്ച് വ്യൂസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് ഞാൻ പരുന്തിന്റെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പരുന്ത് ഇതുങ്ങൾ വരെ കാറ്റ് പിടിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. അത് ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ടല്ല പോണത്. ആ ഒരു ലെവൽ എനിക്ക് മനസ്സിലായത്. എന്താണെങ്കിലും പരുന്ത് തന്നെ പറക്കാൻ കഷ്ടപ്പെടുന്ന അതുപോലത്തെ കാറ്റിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്റെ ക്യാമറ കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ച ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് വണ്ടിയൊക്കെ പോകുന്ന ആ പാലമാണ് പാമ്പൻ പാലം എന്നാണ് വിചാരിച്ചത്. പക്ഷെ സത്യത്തിൽ അതല്ല പാമ്പൻ പാലം. റെയിൽവേ ഉണ്ടല്ലോ, ആ റെയിൽപാത ഉണ്ടല്ലോ, നമ്മൾ ഈ കാണുന്ന റെയിൽവേ, ആ ഒരു പാലത്തിനെയാണ് ഈ പാമ്പൻ പാലം എന്ന് പറയുന്നത് കേട്ടോ. ശരിക്കും തമിഴ്നാട്ടിലെ രാമനാഥപുരം എന്ന് പറഞ്ഞിട്ടുള്ള ജില്ലയുടെ ഭാഗമാണ് ഈ ഒരു പാമ്പിൻ ദ്വീപ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ദ്വീപിനെ പ്രധാന കരയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഈ പാമ്പൻ പാലം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ റെയിൽവേ ആണ് ഈ സംഭവം, ഒരു പാമ്പൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ശരിക്കും. പക്ഷെ ഞാൻ ശരിക്കും വിചാരിച്ചിരുന്നത് നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ചിട്ട് പോണ ആ ഒരു പാലം ആണെന്നാണ്. പക്ഷെ സെയിം തന്നെ, അതും ഒരു വലിയ പാലം തന്നെയാണ്. പക്ഷെ ഇതിനെയാണ് ആ ഒരു റെയിൽവേ പാളത്തിനെയാണ് ശരിക്കും പറഞ്ഞ ഇവര് ഈ പാമ്പിൻ പാലം എന്ന് ശരിക്കും വിളിക്കുന്നത് കേട്ടോ. എത്ര പേർക്ക് അറിയാമായിരുന്നു? ഇത് എനിക്കറിയില്ലായിരുന്നു. ഞാനിപ്പോ വന്നിട്ട് ചുമ്മാ വിക്കിപീഡിയയിൽ പാമ്പൻ പാലത്തിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോഴാണ് ഞാൻ ഇത് കണ്ടത് കേട്ടോ. ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള പാമ്പൻ പാലം രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ 2345 മീറ്റർ നീളമുള്ള പാമ്പൻ പാലം രാജ്യത്തെ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ കടൽപ്പാലമായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ ആര്യാസിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത്. പക്ഷേ കേരളത്തിൽ ആര്യാസ് ആണ് അടിപൊളി കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. ഞാനൊരു മഷ്റൂം ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. ബാക്കിയുള്ളവരെല്ലാം അവരുടെ നോർമൽ ഊണാണ് കഴിച്ചത് കേട്ടോ. സംഭവമൊക്കെ കൊള്ളായിരുന്നു കാണാൻ, പക്ഷെ ടേസ്റ്റ് അത്ര പോരായിരുന്നു. ഇത് തിരുപ്പുറം കുണ്ട്രം എന്ന് പറഞ്ഞിട്ടുള്ള അമ്പലം ഉണ്ടല്ലോ, മുരുകന്റെ, അങ്ങോട്ടുള്ള യാത്രയിലാണ് നമ്മള്. അതിന്റെ ഇടയിലൊക്കെ നമ്മൾ കണ്ട വ്യൂ ആണിത്. എനിക്ക് തോന്നുന്നു ആ അമ്പലത്തിന്റെ ഭാഗമാണോ ഇതെന്നുള്ളത് എനിക്ക് അറിയില്ല, ആ പാറ കാണുന്നത്. പക്ഷെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ പോയ വഴിക്ക് നമുക്ക് വഴിയൊക്കെ തെറ്റിയായിരുന്നു. എന്നാലും കൊള്ളാം. പോകുന്ന വഴിയിൽ നമ്മള് ഒരു ആലപ്പുഴ സ്റ്റൈല് കാണാൻ കാഴ്ചകളുള്ള പോലെ, ആലപ്പുഴയിൽ കുറേ ഒരു ഏരിയ കാണില്ലേ നമ്മളിങ്ങനെ ഫുൾ പച്ചപ്പായിട്ട് ഇങ്ങനെ നിരന്ന പ്രദേശം, അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ എക്സ്ട്രാ വന്നത് ഈ മലയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും മൊത്തത്തിൽ കൊള്ളായിരുന്നു കേട്ടോ. നല്ലൊരു നീറ്റ് ആയിട്ടുള്ള റോഡൊക്കെ ആയിരുന്നു. മൊത്തത്തിൽ ഇങ്ങനെ അലമ്പായിട്ട് രണ്ട് വശങ്ങളും കുറെ
അതും ഇതൊക്കെ ആയിട്ട് കച്ചറയായിട്ട് കിടക്കണം കാണാം. പക്ഷെ ഇതൊരു നല്ല നീറ്റാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കുറച്ചൊക്കെ നീറ്റായിട്ടുള്ള ഒരു വഴിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു പാറയാണ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് കേട്ടോ. തിരുപ്പുറം കുன்றത്തിന് പോകുന്ന വഴിയാണ് കേട്ടോ. കുറച്ച് ഉള്ളേരിയ പോലത്തെ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു റെയിൽവേ ക്രോസ് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു നോർമൽ ഒരു വഴി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു നോർമൽ വഴി കൂടെ, അത്ര നല്ല വഴിയല്ല. ഗൂഗിൾ നോക്കിയാണ് നമ്മൾ പോകുന്നത്. മാപ്പ് നമ്മളെ ചതിക്കില്ലെന്നുള്ള വിശ്വാസമുണ്ട്. എന്തായാലും ഇതുപോലെ വേറെ പറഞ്ഞ വീട്ടിൽ പോയി നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഏകദേശം ഇതൊരു നോർമൽ വഴിയാണ് കേട്ടോ. വന്ന വഴി മൊത്തം അങ്ങനത്തെ ഒരു നോർമൽ വഴിയാണ്. വഴി തെറ്റി ഗൈസ്, വഴി തെറ്റി. എനിക്ക് അപ്പോഴേ തോന്നിയത് ആരുടെ വീട്ടിൽ പോകുന്ന വഴിയാണ്. തെറ്റിപ്പോയി, റോഡ് മാറിപ്പോയി ഗൈസ്. വീട്ടിൽ പോകുന്ന വഴിയാണ്. എനിക്കാണ് മുന്നോട്ട് കാണിച്ചു തരാനും പറ്റുന്നില്ല. ഇതേതോ ആളുകളുടെയൊക്കെ വീടൊക്കെ ഉള്ള ഈ ഒരു ഏരിയ ആണ്. ഈ അണ്ണനാണ് നമ്മളെ അടുത്ത് പറഞ്ഞത്. നമ്മൾ തിരിച്ചോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം ബാക്ക് ഓക്കെ മതി. ഈ തിരുപ്പുറം കുன்றത്തിന് ഒരു എൻട്രൻസ് ഉണ്ടോ? വലിയൊരു എൻട്രൻസ്. അങ്ങനെ പറഞ്ഞ നേരത്തെ ഞാൻ കണ്ടായിരുന്നു. അല്ല, ചെറുതോ നമ്മൾ വന്ന വഴിക്ക്. അപ്പൊ എന്തായാലും ഗൈസ്, നമ്മൾ ഈ വഴിയോട് യാത്ര പറഞ്ഞ് പോവാണ്. നമുക്ക് വഴി തെറ്റിപ്പോ ഈ ആളുടെ വീട്ടിലാണ് നമ്മൾ ചെന്ന് കയറിയത്. നൈസ് ഗൂഗിൾ മാപ്പ് ഉണ്ടോ? ഞാൻ ഭയങ്കര ടയേർഡായിട്ടിരിക്കുവാണ്. നമ്മള് ധനുഷ്കോടിന്ന് നേരെ തിരുപ്പുറം കുന്றம் എന്ന് പറഞ്ഞിട്ട് മധുരയുള്ള ഒരു അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. നമുക്ക് നേരത്തെ വരുമ്പോഴേ പ്ലാൻ ഉണ്ടായിരുന്നു ഈ അമ്പലത്തിൽ പോണത്, പക്ഷെ നടക്കുന്നത് വിചാരിച്ചില്ല. ബട്ട് സ്റ്റിൽ നമ്മളിപ്പോ എത്തിയ സമയമൊക്കെ വെച്ചിട്ട് നമുക്ക് അവിടെ കയറാൻ പറ്റും. സോ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. മുന്നേ നമ്മൾ പോയെന്ന് വെച്ചാൽ നമുക്ക് വഴി തെറ്റിപ്പോയി. നമ്മള് ഗൂഗിൾ മാപ്പിട്ടാണ് വന്നത്. ഗൂഗിൾ മാപ്പിനെ ചില സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിൽ വിശ്വസിക്കരുത്. കേരളത്തിൽ എനിക്ക് ഇതുവരെ ഗൂഗിൾ മാപ്പിന് ഇവിടെ തന്നിട്ടില്ല. പക്ഷെ തമിഴ്നാട്ടിലിപ്പോ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് ഇങ്ങനെ നമുക്ക് ഒന്നും മനസ്സിലാവത്തില്ല. അവരുടെ വഴികളൊക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ എന്തായാലും നമ്മളിപ്പോ ആളുകളുടെ അടുത്ത് ചോദിച്ചു പോവാണ്. അതായിരിക്കും തമിഴ്നാട്ടിൽ വരുമ്പോൾ ബെസ്റ്റ്. ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു പോകുന്നതായിരിക്കും നല്ലത്. ഗൂഗിൾ മാപ്പിനെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കുന്ന മണ്ടത്തരായിരിക്കും. എന്നാലും നമ്മളൊരു ഗൂഗിൾ മാപ്പിനെയും വെച്ചിട്ടുണ്ട്. ഗൂഗിൾ മാപ്പും രണ്ടും ഒന്നിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും ഉടനെ അവിടെ എത്തുമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ഇതുവരെ ആൾക്കാർ എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ് ഏതാണ് എന്താണെന്നുള്ളത്. സോ ഇനി ആരോടെങ്കിലും ചോദിക്കേണ്ടി വരും തോന്നുന്നു. നല്ല അടിപൊളിയായിട്ട് കോലം വരയ്ക്കുന്ന ചേച്ചിനെ കണ്ടോ? ரொம்ப நல்லா இருக்கு. இதுக்குள்ள கேமரா அலவுடான்னு தெரியல. ஆனா இது ரொம்ப நல்லா இருக்கு. ഞാൻ എന്നോട് തമിഴ് പറയുന്നത് കുറെ നേരം ഇവരോടൊക്കെ തമിഴ് സംസാരിച്ച് എനിക്ക് തമിഴാ പെട്ടെന്ന് വന്നത്. ഈ അമ്മൂമ്മയുടെ ഒന്ന് എന്തൊക്കെയോ സാധനം വിൽക്കുവാണ്. എന്താന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല. നമ്മുടെ കൂടെയുള്ള ഒരു ചെരുപ്പ് ഇടാൻ വേണ്ടി പോയതാണ്. അവരെ കാണുന്നില്ല കേട്ടോ. ഇതാണ് എന്റെ മെയിൻ എൻട്രൻസ്. ഇതിലും വഴിയാണ് നമ്മൾ ഉള്ളിലോട്ട് കയറേണ്ടത്. ഉള്ളിൽ ക്യാമറ അലൗഡ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അലൗഡ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയി തൊഴുതിട്ട് വരാം. ക്യാമറ അവിടെ അലൗഡ് അല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മള് ചേട്ടനെ വിളിച്ച് ക്യാമറയൊക്കെ കൊടുത്തിട്ട് അമ്പലത്തിൽ പോയി തൊഴുതു. അത് കഴിഞ്ഞ് ഒത്തിരി ലേറ്റ് ആവാണ്ട് തന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ. കാരണം നമുക്ക് വൈഗാഡാം പോകാൻ പറ്റുമെങ്കിൽ, അവിടെ അടയ്ക്കുന്നതിന് മുന്നേ എത്താൻ പറ്റുമെങ്കിൽ പോകാം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടപടി ആയില്ല. എന്തായാലും നമ്മൾ ഇരിക്കുന്നതിന് മുന്നേ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ അന്ന് ഒരു 11 മണി രാത്രി ആയ സമയത്ത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയാണ് നമ്മുടെ തമിഴ്നാട് വ്ലോഗ്. ഇതൊരു മധുരൈ വ്ലോഗ് എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. എനിവേസ്, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.